ഹായ് പ്രിയപ്പെട്ടവരെ, എന്താണ് ഓവുലേഷൻ ഡിറ്റക്ഷൻ കിറ്റ്? ഒരു സ്ത്രീക്ക് പ്രഗ്നൻ്റ് ആവാൻ ഏറ്റവും ഉചിതമായ സമയം ഏതാണ്? അത് കണ്ടുപിടിക്കാനുള്ള ഒരു ഡിറ്റക്ഷൻ കിറ്റാണ് ഈ ഓവുലേഷൻ ഡിറ്റക്ഷൻ കിറ്റ്. സാധാരണയായി 28 ദിവസം മെൻസ്ട്രൽ സൈക്കിളുള്ള ഒരു സ്ത്രീക്ക് 14-ാം ദിവസമാണ് അണ്ഡാശയത്തിൽ നിന്നും അണ്ഡം റിലീസാവുക. അത് 14 ദിവസം കഴിഞ്ഞ് മെൻസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യും. അങ്ങനെയാണ് ഇത് നടക്കുന്നത്. അപ്പോൾ ഇറഗുലറായിട്ട് പീരീഡുള്ള ആൾക്കാർക്ക് ഇതെങ്ങനെയാണ് കണ്ടുപിടിക്കുക? അതിനൊക്കെ സഹായിക്കുന്ന ഒരു ഡിറ്റക്ഷൻ കിറ്റാണ് ഈ ഓവുലേഷൻ ഡിറ്റക്ഷൻ കിറ്റ്. ഇപ്പോൾ ഇതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് വെച്ചാൽ, ഇപ്പോൾ 28 ദിവസം മെൻസ്ട്രൽ സൈക്കിളുള്ള ഒരു സ്ത്രീയാണെങ്കിൽ 11-ാമത്തെ തീയതി മുതൽ ഇത് ഉപയോഗിച്ച് തുടങ്ങാവുന്നതാണ്. ഇനി ഇറഗുലർ പീരീഡായിട്ടുള്ള ഒരു സ്ത്രീയാണെങ്കിൽ അവസാനത്തെ ഏറ്റവും ചെറിയ മെൻസ്ട്രൽ പീരീഡ് എടുത്ത് നമുക്കിത് ഡിറ്റക്റ്റ് ചെയ്ത് കണ്ടുപിടിക്കാവുന്നതാണ്. ഇത് നമ്മുടെ മാർക്കറ്റിൽ ലഭ്യമായിട്ടുള്ള ഒരു ഓവുലേഷൻ ഡിറ്റക്ഷൻ കിറ്റാണ്. ഇത് പ്രവർത്തിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, സാധാ നമ്മുടെ പ്രഗ്നൻസി ടെസ്റ്റ് കാർഡ് എങ്ങനെയാണോ ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെയാണ്. C&T ലൈൻ ഉണ്ടാവും, അത് രണ്ടും പിങ്ക് ലൈന് വരണം. അങ്ങനെയാണെങ്കിൽ പോസിറ്റീവ് ആകും. അപ്പോൾ നമ്മൾ ബോഡിയിൽ ലൂട്ടനൈസിങ്, അതായത് സ്ത്രീകളുടെ ബോഡിയിൽ ലൂട്ടനൈസിങ് ഹോർമോൺ എന്ന് പറയുന്ന ഹോർമോൺ ഈ അണ്ഡം റിലീസാകുന്ന സമയത്ത് ഉണ്ടാവും. കാരണം അണ്ഡം റിലീസ് ആകണമെങ്കിൽ ഈ ലൂട്ടനൈസിങ് ഹോർമോൺ വേണം. അപ്പോൾ അതിനെ ഡിറ്റക്റ്റ് ചെയ്താണ് ഈ ഓവുലേഷൻ ഡിറ്റക്ഷൻ കിറ്റ് പ്രവർത്തിക്കുന്നത്. യൂറിൻ സാമ്പിൾ ഉപയോഗിച്ച് തന്നെയാണ് ഇതും ഡിറ്റക്റ്റ് ചെയ്യുന്നത്. മോർണിംഗിലെ സെക്കൻഡ് യൂറിനായിരിക്കും ഏറ്റവും ഉചിതമായത്. ഒരു 10 മണി മുതൽ ഒരു 3 മണി വരെയുള്ള യൂറിൻ സാമ്പിൾ ഇതിനായിട്ട് എടുക്കാം. അതായിരിക്കും ഏറ്റവും ഉചിതമായിട്ടും കറക്റ്റായിട്ടും റീഡിങ് കിട്ടുക. അപ്പോൾ ഇത് പോസിറ്റീവ് വന്നതിന് അതിനുശേഷം ഒരു 5 ദിവസത്തിനുള്ളിലെങ്കിലും ഫെർട്ടിലൈസേഷൻ നടക്കാൻ ശ്രദ്ധിക്കുക. ഓക്കെ, താങ്ക് യു. ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ഇടുക. താങ്ക് യു.